ഹായ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വീടിൻ്റെ അവിടെ ഓണത്തിൻ്റെ ചെറിയ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ ബോഡി ഇത്തിരി വീക്കാണ്. ഓക്കെ, ഈ നൈറ്റും ട്രേഡിങ്ങൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ട്. ബോഡി ഇപ്പോൾ വീക്കായതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടൈം കിട്ടാറില്ല. പിന്നെ സ്റ്റുഡൻസിന് ഓരോ വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും പിന്നെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതുകൊണ്ടും ആ ടൈം കൊണ്ടും ഒക്കെയാണ് ഡിലേ വരുന്നത് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണതെന്ന് വെച്ചാൽ നമുക്ക് പാറ്റേൺ ടൈപ്പ് ചാർട്ടുകൾ. ഓക്കെ, അതായത് ഒരു പാറ്റേൺ ടൈപ്പ് വന്നാൽ എങ്ങനെയാണത് വാലിഡ് ആവുക, എങ്ങനെയാണ് അതിനെ നോക്കി കണ്ടതെന്നാണ് പലർക്കും അറിയായിരിക്കും. ഓക്കെ, അറിയാത്തവർ ഇവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഞാൻ ഡബ്ല്യു പാറ്റേണിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഡബ്ല്യു പാറ്റേൺ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഡബ്ല്യു പാറ്റേണിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. മാർക്കറ്റ് ഒരു അപ്പിൽ നിന്ന് ഡൗണിലേക്ക് ഇങ്ങനെ വരാമെന്നിരിക്കുക. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈനെ കട്ട് ചെയ്യുമ്പോഴുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവുക. അത് കട്ട് ചെയ്തിട്ട് പിന്നീട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് ഇതിൻ്റെ ലോ എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുക, ബ്രേക്കർ ബ്ലോക്ക് കിട്ടാമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ഡബ്ല്യു പാറ്റേൺ ആയിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നു. ഓക്കെ, ഞാനത് ഡയറക്റ്റ് വരയ്ക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സിങ് ലോ സിങ് ഹൈ ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം മാറ്റിയിട്ട്, അതായത് മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അത് ഞാൻ ഒറ്റയടിക്ക് തന്നെ നീളത്തിൽ വരയ്ക്കുന്നുള്ളൂ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് ഒരു ഹൈ ഉണ്ടാക്കുന്നു. ഓക്കെ, ശേഷം വീണ്ടും ഒരു ലോ ഉണ്ടാക്കുന്നു. ഓക്കെ, വീണ്ടും ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പാറ്റേണെയാണ്, ഈ ഒരു ഫോർമേഷനാണ് ശരിക്കും നമ്മൾ ഡബ്ല്യു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ നമ്മൾ മാർക്ക് ചെയ്തിടാം എപ്പോഴും. ഓക്കെ, ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ നമ്മൾ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിടാം. എപ്പോഴാണോ ഈ ഹൈയിനെ വന്നിട്ട് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് സെല്ലേഴ്സ് വന്ന് ഇവിടെ ഫെയിലാവുന്നത്, മാർക്കറ്റ് എന്ത് ചെയ്യുന്നറിയോ, ഒറ്റയടിക്ക് മുകളിലേക്ക് പോവില്ല. ഓക്കെ, എല്ലാവരും വിചാരിക്കും എന്താണ്, ഇതാണ് നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം. സെല്ലേഴ്സ് ഇവിടെ ഫെയിലായി കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഒറ്റയടിക്ക് മുകളിലേക്ക് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിലൊക്കെ കാണിച്ചാൽ റയറായിട്ട് പോവും, എല്ലാം നല്ല പോകുമെന്നാണ് വിചാരം. പക്ഷെ പോവില്ല. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഹൈ എടുക്കാൻ, ഈ ഡബ്ല്യു പാറ്റേണിൻ്റെ ഹൈ വന്നത് എവിടെ നിന്നാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പോവില്ല. ഓക്കെ, കാരണം ഇത് പിന്നീട് ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയി മാറുകയാണ് ചെയ്യുക ഡബ്ല്യു പാറ്റേണിൽ. അതാരും ശ്രദ്ധിക്കില്ല. ഇവിടെ സംഭവം ട്രെൻഡ് വന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് തോന്നിക്കും. ഓക്കെ, ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഡബ്ല്യു പാറ്റേണിൻ്റെ ഈ ഒരു ഏരിയയിൽ എന്തുണ്ടാവുമെന്ന് അറിയോ, ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കും, നൈസ് ഇംബാലൻസ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ആ ഇംബാലൻസ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരിക്കലും ഇങ്ങനെ വരരുത്, ക്യാൻഡിൽ ഇങ്ങനെ വരരുത്. ഓക്കെ, ഇങ്ങനത്തെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് വാലിഡ് അല്ല. ഓക്കെ, അവിടെ എങ്ങനെ വേണം, ഇങ്ങനെ എൻഗൾഫ് ചെയ്തിരിക്കണം ക്യാൻഡിൽ. ഓക്കെ, ഇങ്ങനെ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോഴാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുകളിലേക്ക് പോവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് വാലിഡായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ സപ്പോസ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്ന് അറിയോ, മുകളിലേക്ക് പോവും. പക്ഷേ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. റയറായിട്ട് പോവാം, പക്ഷേ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും നല്ലൊരു മൂവ്മെൻറ്റ് തരണമെങ്കിൽ, അതായത് നല്ലൊരു ഹൈ എടുക്കാൻ പോകണമെങ്കിൽ അവിടെ എപ്പോഴും മാർക്കറ്റ് എന്തായിരിക്കണം, എൻഗൾഫ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ഒരു പാറ്റേൺ വരുമ്പോഴാണ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 1 hourലോ 15 minute ഒക്കെ ഒരു സപ്പോർട്ടിൽ ഇത് വരണം. അപ്പോൾ വർക്ക് ചെയ്യും.
അപ്പോൾ വർക്ക് ചെയ്യില്ല എന്നല്ല പറയുന്നത്, വർക്ക് ചെയ്യും. പക്ഷേ ഇത് വരുന്നത് ഇത് ഹൈയും ഇത് ലോ ആകുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലാണല്ലോ വരുന്നത്. അപ്പോൾ ഇതധികം വാലിഡ് ആവില്ല എന്ന് ഞാൻ പറയണത്. കാര്യം പിടിയിട്ടുണ്ടെന്ന് വയ്ക്കുന്നു കേട്ടോ. ഓക്കെ, ഞാനൊന്നും കൂടി ഒന്ന് വരച്ച് പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയണതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നു അല്ലേ? ഓക്കെ, നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഒരു ഹൈ ഉണ്ടാക്കി, പിന്നീട് ഒരു ലോ ഉണ്ടാക്കി, പിന്നീട് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എന്തുണ്ട് നോക്കളെ? ഈ ഒരു പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിടുക. ഓക്കെ, ഇവിടെ എന്തുണ്ടായിരിക്കണം? ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് ശരിക്കും SMC ആവും. ശരിക്കും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന SMC ആണ്. അതായത് ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നു അല്ലേ? ഇവിടെ ട്രെൻഡ് വീക്കായി വന്നു, മാർക്കറ്റ് ആ ട്രെൻഡിലേക്ക് പോകും. ഓക്കെ, കാരണം ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും. ഓർഡർ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ പോകും. അതാണ് സാധാരണ നമ്മൾ SMC പഠിച്ചിട്ടുള്ളത്. അത് വാലിഡൊക്കെ തന്നെയാണ്. പക്ഷെ അത് 1 മിനിറ്റിലൊക്കെയാണ് വരാം. ഇപ്പോൾ ഈ W പാറ്റേൺ ശരിക്കും വരേണ്ടത് 3-5 മിനിറ്റിൽ വന്നാലാണ് സൂപ്പർ ആവുക. ഓക്കെ, സൂപ്പർ ആവുക. 1 മിനിറ്റിൽ വന്നാൽ വാലിഡ് ആവില്ല എന്നല്ല, പക്ഷേ 1 മിനിറ്റിൽ പെട്ടെന്നായിരിക്കും മൂവ്മെൻറ്റ് താഴേക്ക് മുകളിലേക്ക്. അപ്പോൾ പ്രീമിയം ഓടില്ല. ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വന്നാലാണ് ഇത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല വാലിഡായിട്ട് നിൽക്കുക. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ഒറ്റയടിക്ക് വരരുത്. അതായത് ഒറ്റയടിക്ക് വന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും വന്ന് ക്ലോസ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. അത് വേറെ കാര്യം. ഓക്കെ, അതായത് നേരിട്ട് വന്ന് ഈ ഇംബാലൻസ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നല്ല ബോഡി ക്ലോസിങ് കിട്ടണമെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, അത് അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതല്ല, പതുക്കെ ബിൽഡപ്പ് കൊടുത്ത് ഇവിടെ ട്രെൻഡ് ഉണ്ടാക്കിയിട്ട് ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നിട്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാക്കിയത് നേരെ തിരിച്ചെടുത്തിട്ട് പോവുകയാണെങ്കിൽ നല്ല വാലിഡാണ്. കാരണം വെച്ചാൽ പിന്നീട് മാർക്കറ്റിന് താഴേക്ക് വരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് മാർക്കറ്റ് ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. സോറി. ഓക്കെ, ഇനി ഈ ട്രെൻഡുകൾ ഉണ്ടല്ലോ, ട്രെൻഡുകൾ അതായത് ഈ ഒരു പാറ്റേൺ W പാറ്റേണിൻ്റെ ആ ഒരു ട്രെൻഡ് മോഡലുകൾ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയൊക്കെയാണ് എത്ര തരത്തിൽ വരുന്നുള്ളത്. W പാറ്റേൺ 3 തരത്തിലാണ് സാധാരണ വരിക. ഒന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അതായത് ഇതിൻ്റെ ലോ കട്ട് ചെയ്യാതെ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന W പാറ്റേൺ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ആവുന്ന W പാറ്റേണുകളുണ്ട്. കറക്റ്റ് അതിൻ്റെ ഇതെടുത്ത് പോകുന്നുണ്ട്. ചിലത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ലോ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് പോകുന്ന W പാറ്റേൺ. ഇതുപോലെ 3 ടൈപ്പ് W പാറ്റേൺ ആണുള്ളത്. ഇതിൻ്റെയൊക്കെ 3ൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പിൻ്റെ പറയുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു അല്ലേ? താഴേക്ക് വന്നിട്ട് ഒരു അപ്പ് ഉണ്ടാക്കി, ഒരു ഡൗൺ ഉണ്ടാക്കി, എന്നിട്ട് ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ലോയും എന്താണ് മക്കളെ? പെൻഡിങ് ആണ്. ഓക്കെ, ആ 2 ലോ എന്താണ് നമുക്കറിയാം. ഇതും എന്താണ്? പെൻഡിങ് ആണ്. മാർക്കറ്റ് തിരിച്ച് പിന്നീട് ഇവിടേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഈ സാധനം പോയി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് പറയാൻ കാരണം. ഓക്കെ, ആ ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കും, ചെറിയൊരു ഇംബാലൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ 3 മിനിറ്റിലാവും ഉണ്ടാവുക. പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും ഡയറക്റ്റ് ഈ ഹൈ എടുക്കാൻ പോകുമെന്ന് വിചാരിക്കരുത്. കാരണം മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ട് ഇതിൻ്റെ അടിയിൽ SL വെപ്പിക്കാനാണ് ഈ മൂവ്മെൻറ്റ് തരുന്നത്. നേരെ നെക്സ്റ്റ് ഒരു റെഡ് കാൻഡിൽ വന്ന് ഒറ്റയടിക്ക് താഴെ വന്നിട്ട് ഇത് എടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലോയും കൂടി ചേർത്ത് എടുത്തിട്ടാവും മാർക്കറ്റ് മുകളിലേക്ക് പോവുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് മാർക്കറ്റ് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ താഴേക്ക് വന്നു, കറക്റ്റ് ഹൈ തന്നു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ലോ ഉണ്ടാക്കി ഇങ്ങനെയാണ് മാർക്കറ്റ് വരണമെങ്കിൽ ഇത് നല്ല വാലിഡ് ആണോ വെച്ചാൽ നല്ല വാലിഡ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ക്രിയേറ്റ് ആവണം എന്താണ്? ഡബിൾ ബോട്ടമാണ് വരുന്നത് കേട്ടോ. അതായത് ഇവിടെ നിന്നും പ്രഷർ കാണിക്കുന്നുണ്ട് മാർക്കറ്റ്, ഇവിടെ നിന്നും പ്രഷർ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ വരുമ്പോഴും ആൾക്കാർ എന്തായാലും ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഡിമാൻഡ് സോൺ ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ഡിമാൻഡ് സോണായി മാറി. അപ്പോൾ ഈ ഒരു പോർഷനിൽ ആരുണ്ട്? ബയ്യേഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബയ്യേഴ്സിനെ ട്രാപ്പാക്കാൻ ആര് വരും? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. ഓക്കെ, കാരണം ഹൈ ലിക്വിഡിറ്റി ഉള്ളിടത്തേക്ക് മാർക്കറ്റ് വരും. പക്ഷേ ഒരു കണ്ടീഷനുള്ളത് ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് മുകളിലുള്ള വല്ല ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഇംബാലൻസോ കളക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവിടുന്ന് ഫാളാവുക.
അല്ലാതെ ഒറ്റയടിക്ക് നേരത്തെ വന്ന പോലെ തന്നെ ഇവിടെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് എടുത്തിട്ടല്ല വരാം. ഇവിടെ വന്ന ട്രെൻഡ് ഫെയിലായിട്ട് ഇവിടെ ഒരു എൻഗൾഫിങ് ക്യാൻഡിലൊക്കെ കാണിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് പോയിട്ട് ഈ ഹൈ എടുക്കും. അപ്പോൾ ഇവിടെ ഫോം ആവണമെന്നറിയോ, ഇവിടെ ഒരു ട്രെൻഡ് ഫോം ആവും. ഓക്കെ, എന്നിട്ടാണ് ഒറ്റയടിക്ക് ഒറ്റയടിക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെല്ലേഴ്സ് കുറച്ച് നേരം കളിച്ചിട്ട് ഒരു ഒറ്റയടിക്ക് വരും. ഓക്കെ, അതായത് ഇവിടെ ബയ്യേഴ്സ് ഫെയിലായിട്ട് സെല്ലേഴ്സ് ഇവിടെ കിടന്ന് കളിക്കും, താഴേക്കുള്ളത് കാണിച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ബോക്സൊക്കെ ഉണ്ടാവും, നൈസായിട്ടൊരു ബോക്സൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടായിരിക്കും വരാം. ഓവറോൾ ഹൈ കട്ട് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് താഴേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ടൈപ്പ്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ വന്നു, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ലോ ഇതാണെന്ന് വയ്ക്കുക. ഓക്കെ, വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഈ ലോയും വന്ന് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്കിവിടെ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ ക്യാൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ എന്തെന്നറിയോ, ആൾക്കാർ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. ഓടിച്ചാടി എടുക്കരുത് ഈ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ. കാരണം വെച്ചാൽ അത് ഈ വിക്കിൻ്റെ ഇടയിൽ എപ്പോഴും എന്തുണ്ടാവും, SL ഉണ്ടാവും. ഓക്കെ, നമ്മളായാലും ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നു നിൽക്കുക, നമ്മൾ മുമ്പ് വരച്ചിട്ട് ഒരു റൗണ്ട് ഫിഗർ ആയുള്ള സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് വന്നു. കറക്റ്റ് മാർക്കറ്റ് അതിൻ്റെ തൊട്ട് ഇതിന് മുട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ അവിടെ വന്നെന്ന് നോക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് ആ പൊസിഷനിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മേടിക്കും. എന്നിട്ട് ഇതിൻ്റെ താഴെ SL ഇട്ട് വയ്ക്കും. സപ്പോസ് ഇതുപോലെ മുട്ടിയെന്ന് വിചാരിക്കുക, നമ്മൾ SL ഇട്ട് വയ്ക്കും. ഇത് കുറച്ചേ പോവുള്ളൂ എന്ന്. നിങ്ങൾ സ്കാൽപ്പിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആകെ 6-7 പോയിൻ്റ് കിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, SL ഉണ്ടാവും. അത് വന്ന് എടുത്തിട്ട് രണ്ടാമത്തെ വരവിന് അത് എടുത്തിട്ടായിരിക്കും മുകളിലേക്ക് പോവുക. നിങ്ങൾ ആ ചാർട്ടിൽ നോക്കി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറയണ സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ലോ ഉണ്ടല്ലോ, ഈ ലോ വന്നിട്ട് മാർക്കറ്റ് പിന്നീട് വന്ന് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വന്നു. നല്ല രീതിയിൽ ഈ ഒരു ഏരിയനെ എൻഗൾഫ് ചെയ്ത് വന്നു. അതായത് വലിയ ടൈം ഫ്രെയിം ഒരു 50 മിനിറ്റിലേക്ക് ഇട്ടാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ ഗ്യാപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യും, വന്നിട്ട് പതുക്കെ ട്രെൻഡ് ഒരിക്കലും ഡയറക്റ്റ് വരരുത്. ഡയറക്റ്റ് വരുന്ന മാർക്കറ്റിന് അർത്ഥം ഇവിടെ ഡോമിനേഷൻ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഡയറക്റ്റ് വരാണെങ്കിൽ തന്നെ ഇതിൽ വന്ന് ഫെയിലാവണം. നല്ല രീതിയിൽ ഫെയിലായിട്ട് ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ വന്ന് ഫെയിലായി വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോഡിയുടെ മുകളിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമാവണം നിങ്ങൾ മുകളിലേക്ക് ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരേ, ശ്രദ്ധിച്ചോട്ടോ. കാരണം കുറേ കണ്ടീഷൻസ് വന്നാൽ അത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ പറയുകയാണെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് നല്ല സ്പീഡിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു ലൈൻ്റെ മുകളിൽ ബോഡി ക്ലോസ് വന്നു എന്ന് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലോ ഇതാണല്ലോ അല്ലേ. അടുത്തത് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് ഇതിൻ്റെ ലോ കട്ട് ചെയ്തിട്ട്, ഓക്കെ, ലോ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബോഡിയിലേക്ക് ക്ലോസ് വരണമെന്നാണ് ഞാൻ പറയണത്. ഓക്കെ, ഇങ്ങനെ ബോഡിയിലേക്ക് ഇത് ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലോ എടുത്തു, ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ലോ ചേർത്ത് എടുത്തിട്ട് ബോഡിയിലേക്ക് ക്ലോസ് വന്നാൽ പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകും. പിന്നെ അടുത്ത ലിക്വിഡിറ്റിയോ ഇംബാലൻസ് എടുക്കാനാണ് മാർക്കറ്റ് പോവുക. ഓക്കെ, അതൊക്കെയാണ്. ഇനി അതല്ല, മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നറിയോ, മാർക്കറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ ഇങ്ങനെ ട്രെൻഡ് ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് ഇവിടെ ഫെയിൽ ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വരച്ച് കാണിച്ചത് ഇവിടെ സെല്ലേഴ്സ് വന്ന് ഫെയിലായതിനേക്കാളും മൂവ്മെൻറ്റ് ഇവിടെ കിട്ടും. കാരണം ഇവിടെ ട്രെൻഡ് ക്രിയേറ്റ് ആകുമ്പോൾ ഇവിടെ കൂടുതൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാം. സോറി, ഇപ്പോൾ എനിക്കൊരു കോള് വന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഒന്ന് സ്ലോ ആയത് കേട്ടോ. ഇപ്പോൾ ഒന്നുകൊണ്ട് പറഞ്ഞുതരാം. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, ബോഡി ചെക്കപ്പ് ഒന്ന് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വീക്കായിട്ട് വന്നിട്ട് ഇവിടെ ട്രെൻഡ് വരും. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ മുകളിലൊക്കെ എന്തെന്ന് മക്കളെ നമുക്കറിയാം, ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രെൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇവർ സെല്ലേഴ്സ് വന്ന് ഫെയിലായി ഇതിലൊരു ഇംബാലൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇമ്പൾസീവ് മൂവ്മെൻറ്റ് കാണുമ്പോൾ ഇതിൻ്റെ ഇടയിൽ SL ഇട്ട് വയ്ക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ SL വന്നിട്ട് എടുത്ത് വരുന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഒരു പാറ്റേൺ നടക്കുക ഇങ്ങനത്തെ ചാർട്ടിലാണ് കേട്ടോ. ഇങ്ങനത്തെ ചാർട്ടിലാണ് ഈ പാറ്റേൺ നടക്കുക. അതായത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇത് വരുന്നത് ഈ ചാർട്ടിലാണ്.
ഈ ചാർട്ടിൽ എന്താണെന്നറിയോ, ഈ ചാർട്ടിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുക. ഓക്കെ, ഞാൻ പറയണ മനസ്സിലാവുണ്ടെന്ന് നോക്കിന്. ഓപ്പോസിറ്റ് നടക്കുക എന്ന് പറഞ്ഞാലേ ഇവിടെ ട്രെൻഡ് വന്നു അല്ലേ, ഇവിടെ ഓൾറെഡി ഉണ്ടായി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് നല്ല ഇമ്പൾസീവ് മൂവ് തന്നത്. ഇനി മാർക്കറ്റിന് താഴേക്ക് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലോ മേ ബി ഇതിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബോഡി ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടുന്ന് എന്ത് ചെയ്യും, മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഓക്കെ, മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കണ്ടീഷൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഒരു ബെയറിഷ് കാണിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷനോ ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവണം. അതിൻ്റെ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മുകളിലേക്ക് പോകും മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു തരം പാറ്റേൺ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നതുണ്ട്, ലോ എടുക്കാതെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഈക്വൽ ലോ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വാലിഡ് ആണെന്ന് വെച്ചാൽ അത്ര വാലിഡ് അല്ല, ഇത് പിന്നെയും കുഴപ്പമില്ല, ഇത് നല്ല വാലിഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ കണ്ടത്. നിങ്ങൾ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് മനസ്സിലാവുക കേട്ടോ. പക്ഷേ ഇതിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഏറ്റവും നല്ല റാലി പിടിക്കാൻ പറ്റിയത് ഈ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, കാരണം എന്താണ്, ഓവറോൾ ലോ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഹൈയും കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പലർക്കും പ്രീമിയം ചാർട്ടിൽ ട്രേഡ് എടുക്കുമ്പോൾ ഡൗട്ട് വരുന്നവരുണ്ടാവും. നിങ്ങൾ ഒരിക്കലും പ്രീമിയം ചാർട്ടിനെ ബ്ലൈൻഡായിട്ട് കാണരുത്. അതായത് മെയിൻ ചാർട്ടിൽ ഇങ്ങനെ വന്നു അല്ലേ, അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് സ്ലോ ഇതായി ഇവിടെ വന്ന് ഇവിടുന്ന് നമ്മളെ ട്രേഡ് എടുത്തു, ഇതിൻ്റെ അടിയിൽ SL വെച്ച് നിൽക്കുക. മാർക്കറ്റ് ഇങ്ങനെ പോകുമ്പോൾ പ്രീമിയം ചാർട്ടിൽ നിങ്ങൾ എൻട്രി എടുത്തു. ഇപ്പോൾ 120 എൻട്രി എടുത്തു, 130 നിൽക്കുക, 10 പോയിൻറ്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഇത് മാർക്കറ്റ് ഒരു ചെറുതായിട്ടൊന്നും ഇങ്ങനെ താഴേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഇത് അപ്പോൾ വന്നിട്ട് 125 ആവും. അവിടെ എന്താ പ്രശ്നം എന്നറിയോ, പ്രീമിയം ചാർട്ടിൽ നല്ല സ്ട്രോങ് ബ്രേക്കിങ് കിട്ടി ഇവിടെ സെല്ലേഴ്സ് ഫെയിൽ ലോ കട്ട് ചെയ്തിട്ട് വരുന്നതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ലോ കട്ട് ചെയ്ത് അപ്പം തന്നെ ട്രേഡ് എടുക്കരുത്. ഇവിടെ സെല്ലേഴ്സ് ഫെയിലായി ലോ കട്ട് ചെയ്ത് ഇവിടെ എൻഗൾഫിങ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് നല്ല രീതിയിൽ അത് പിന്നീട് താഴേക്ക് വരാൻ ചാൻസ് കുറവാണ്. മീൻസ് വന്നാലും വലിയ ഇതിൽ വരില്ല, കാരണം ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രീമിയം ചാനലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഒരു 10 പേരൊക്കെ അറിയിക്കുകയാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി ഒരു തരം പാറ്റേൺ കൂടി പറഞ്ഞുതരാം. സെമെട്രിക് പാറ്റേൺ എന്ന് പറയുന്നതിന് മാർക്കറ്റ് നല്ലൊരു ഇതിൽ അപ് ട്രെൻഡ് വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരുന്നു ഇരിക്കുക. അതായത് ഇവിടെ മോഡിലും നമുക്ക് ട്രെൻഡ് വന്നു, താഴെ ട്രെൻഡ് വന്നു, ഇപ്പോൾ ഡൗട്ടായി. അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ സാധാരണ എങ്ങനെയാണ് പാറ്റേൺ പോവുക, ഇങ്ങനെയാണ് പാറ്റേൺ പോകേണ്ടത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടക്കുന്നത് എല്ലാവരും ഈ പാറ്റേൺ ചെയ്യുന്നു എന്നുള്ളത് ആർക്കറിയാം, ഇവർക്കും അറിയാം അല്ലേ. FIIക്കും DIIക്കും അറിയാം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനും അറിയാം. ഓക്കെ, ഇവർ രണ്ടുപേരും ആരാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. വിദേശത്തുള്ള ടീമും പിന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ടീമുകൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ DIIക്ക് പറഞ്ഞാൽ ആരാണ്, HDFC ബാങ്ക് ഉണ്ടല്ലോ. ഓക്കെ, അവർ ICICI ബാങ്ക്. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫണ്ട് ഇട്ടിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ പാറ്റേൺ വാലിഡ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കണ്ടുവരുന്നത് ഓക്കെ, സാധാരണ ഇങ്ങനെ മാർക്കറ്റ് നല്ല രീതിക്ക് അപ്പിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ട്രെൻഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോണ പോലെ ഇങ്ങനെ കാണിക്കും, നല്ലൊരു കട്ടിങ് കൂടെ തന്നിട്ട്. ഞാനിത് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഇതിൽ കാണിച്ച് തന്നിരുന്നു. നമ്മുടെ എനിക്കൊന്ന് ഷോർട്ട് വീഡിയോയിലാണെന്നുണ്ട് ഞാൻ ഫോറക്സിൽ ഇത് കാണിച്ചു തന്നിരുന്നു. കാരണം ഇങ്ങനത്തെ സാധനമൊക്കെ ഫോറക്സിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. ട്രെൻഡ് ഈ ക്രിപ്റ്റോയിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. ട്രെൻഡ് വൈസ് ആയിട്ടുള്ള ട്രേഡുകളൊക്കെ ക്രിപ്റ്റോയിൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉള്ളത്, ഇതിങ്ങനെ വന്നിട്ടേ ഈ കട്ട് ചെയ്യുന്ന ക്യാൻഡിൽ സ്ട്രോങ് ക്യാൻഡിലാവണം. അതിൻ്റെ അപ്പുറത്ത് എന്തായിരിക്കണം, ഈ ട്രെൻഡിനെ ടാപ്പ് ചെയ്തിട്ട് വേണം സെല്ലേഴ്സ് ഫെയിൽ ആവാനായിട്ട്. എന്നിട്ട് ഇതിനെ ഡൊമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതിൻ്റെ ലോ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ട്രേഡ് എടുക്കരുത്. എല്ലാവർക്കും പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയണത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു പോർഷനിൽ വരേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ അവിടെ വരേണ്ടത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരണം. സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ഈ ട്രെൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അല്ലാതെ ട്രെൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വരരുത്. ഇത് ഫേക്ക് ബ്രേക്കൗട്ട് കാണിക്കുന്നത്.
ഓക്കെ, നല്ല ഡ്രൈ കോട്ട് എന്ന് പറഞ്ഞാൽ ട്രെൻഡിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നേരമായി, എന്നാലും ഞാനത് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. അമ്മ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ഇങ്ങനെ വന്ന് ട്രെൻഡ് ഉണ്ടായില്ലേ, ഇങ്ങനെ വന്നിട്ട് അപ്പം ഇവിടെ ഉണ്ടാവണേ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫേക്ക് ആയിട്ടുള്ള ബ്രേക്കൗട്ട് ഇത് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കാണുമ്പോഴില്ലേ, ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ ശരിക്കും ഇവിടെ ഇപ്പോൾ ഒരു 50 മിനിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. എങ്ങോട്ട്? താഴേക്കല്ല, മുകളിലേക്ക് എടുക്കാൻ പറ്റും. ഇതങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. നിങ്ങൾ മാർക്കറ്റ് കുറച്ച് നേരം കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സാധാരണ എന്താണ്, ആൾക്കാർ താഴേക്ക് ട്രേഡ് എടുക്കുക. പക്ഷേ ഇത് ഇവിടെയാണോ ഓപ്പൺ ആവണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബോഡിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഹൈ എടുക്കാൻ വരും 15 മിനിറ്റിൽ. നിങ്ങൾ നോക്കിക്കോ, ഈ ഹൈ എടുക്കാൻ വന്നിരിക്കും. ആ ഹൈ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓവറോൾ ഹൈ കട്ട് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് താഴേക്ക് വരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചാർട്ടിൽ നോക്കിക്കോ. എനിക്കിപ്പോൾ ഒന്നാമത് ഒഴിവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നതുള്ളൂ. ഇതിങ്ങനെ മുകളിലേക്ക് പോകണമല്ലോ കാണിക്കുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും അറിയാം, ഇതിനൊക്കെ ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാത്തിൻ്റെ SL ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു ട്രെൻഡ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ സെമെട്രിക് പാറ്റേണിന്. അപ്പോൾ എല്ലാവരും SL ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഇവിടുത്തെ ഓവറോൾ ഹൈ ആണ് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് കളക്ട് ചെയ്യണത്. അതാരും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഈ ഹൈ എടുക്കാതെ വേണം ആര് സെല്ലേഴ്സ് വന്ന് ഫെയിൽ ആവാനായിട്ട്. എന്നാലാണ് നല്ല ഇതിൽ മുകളിലേക്ക് പോകുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹൈ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ, ഹൈ എടുത്തിട്ടാണ് അടുത്ത ക്ലോസിങ്ങിൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ ഇവരെന്തെങ്കിലും അറിയും, ഇത് മൊത്തം എടുക്കാനായിട്ട് ഇവിടെ വല്ല ഇംബാലൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴേക്ക് വരും. എന്നിട്ടായിരിക്കും മുകളിലേക്ക് പോവുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ചാർട്ടിൽ നോക്കിക്കോ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് 2-3 പ്രാവശ്യം ലോസ് വന്നിരുന്നു ഞാൻ ഈ പാറ്റേൺ മാത്രം നോക്കിയെടുത്തപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമല്ലോ. ഇങ്ങനെ വരുമ്പോൾ എന്താണ്, സാധാരണ ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഇതിലൊരു കണ്ടീഷനുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടുന്ന് ഈ ഒരു ഹൈ എടുത്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, താഴേക്ക് വരുന്ന ക്യാൻഡിലുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്നതിന് അത്ര വലിയ വലിപ്പമോ പ്രഷറോ ഒന്നും ഉണ്ടായിരിക്കില്ല. പതുക്കെ പോവുള്ളൂ. കയറ്റം കയറുമ്പോൾ സ്ലോ ആയിരിക്കും, ഇറങ്ങുമ്പോൾ നല്ല സ്പീഡായിരിക്കും. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇതിനും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ കളിച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാർക്കറ്റിൽ വരും. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ബോക്സ് ഉണ്ടാവും ഇവിടെ. ഓക്കെ, അത് പിന്നെ ഒന്നാമത് കോഴ്സിൽ പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയാത്തത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു കൺഫർമേഷൻ നമുക്ക് തരും. അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഓവറോൾ ഹൈ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ടാവും. ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടാവും. അതിങ്ങനെ കട്ട് ചെയ്യും. ഈ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ബോക്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഇൻഡ്യൂസ്മെൻറ്റ് കട്ട് ചെയ്ത് ശരിക്കും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് ശരിക്കും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കണം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ വരുന്നത് എന്തായിരിക്കും, ഒരു ട്രെൻഡായിരിക്കും, വീക്ക് ട്രെൻഡായിരിക്കും. അത് കട്ട് ചെയ്ത് ഒറ്റയടിക്ക് വരും താഴേക്ക്. അപ്പോൾ അടുത്ത ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ മെയിനായിട്ട് നിൽക്കുന്നത് പോലത്തെ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടിയത്തിൽ വിക്ക് ഉണ്ടാവുമല്ലോ, അതെടുക്കാനായിരിക്കും മാർക്കറ്റ് നേരെ വരാം. അങ്ങനെയാണ് ഈ എല്ലാ ചാർട്ടും നമ്മൾ ഒരു 1 അവറിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ചാർട്ടിൽ നോക്കിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെയാണോ വരുന്നതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ലോ, കാരണം ഇവിടെ ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇങ്ങനെ 1 അവറിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അല്ലെങ്കിൽ 1 ഡേയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടുത്തെ ആ പാറ്റേൺ ഇതേ മോഡലൊക്കെ ആണോ എന്ന് നോക്കി നോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരെ എന്തായിരിക്കും, നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെ കൺസോൾട്ടേഷൻ പോലെ നടന്നിട്ട് അതിൻ്റെ ഹൈ കട്ട് ചെയ്തിട്ടായിരിക്കും ഈ താഴേക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പാറ്റേണിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ പോകാനുള്ള ടൈമായി. 11:45 പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ടൈം വെച്ചാൽ 11:53. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോസ് കണ്ടതിന് താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം.